ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത് വേദപരിചയത്തിൽ ഇതുവരെ പറഞ്ഞ അതിനെ മുഴുവൻ ഉപസംഹരിച്ചുകൊണ്ട് യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദു സുരാസുരഗണ ദേവായ തസ്മൈ നമഃ എന്നുള്ള ശ്ലോകമാണ്. യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുതഃ, യാതൊരാളെയാണോ ബ്രഹ്മാവ്, വരുണൻ, രുദ്രൻ, മരുദ്ഗണങ്ങൾ ഇവരൊക്കെ സ്തുന്വന്തി സ്തുതിക്കുന്നത്, പാടി പുകഴ്ത്തുന്നത്. പുകഴ്ത്തുന്നവരൊന്നും ഈശ്വരനെ അറിഞ്ഞവരല്ല പറയാ. ഇത് എങ്ങനെ പാടിപ്പുകഴ്ത്തുന്നത്? ദിവ്യൈസ്തവൈഹി, ദിവ്യങ്ങളായ സ്തവങ്ങളെ കൊണ്ട്. സ്തവം സ്തോത്രം, സ്തുതിഗീതങ്ങൾ, സ്തുതിപാഠകന്മാർ. ഇപ്പം ഈശ്വരനെക്കുറിച്ച് അറിയാതെ ഈശ്വരൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്ന അനേകം സ്തുതിഗീതങ്ങൾ നമുക്കുണ്ട്. ഭജനകൾ, കീർത്തനങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ നല്ലതാണ്. പക്ഷേ ഇതൊന്നുമല്ല ഈശ്വരൻ. എന്നിട്ട് പറയുകയാണ് ദിവ്യൈസ്തവൈഹി വേദൈ സാംഗപദ ക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ. വേദത്തെ കൊണ്ടും വേദാംഗങ്ങളെ കൊണ്ടും ഉപനിഷത്തുകളെ കൊണ്ടും ഒക്കെ പഠിച്ചാലും ഈശ്വരനെ അറിയുന്നില്ല. അതൊക്കെ പഠിപ്പിക്കാൻ പറ്റും. അത് നമ്മൾ ചിന്തിച്ചു. സനൽകുമാര ഋഷിമാരുടെ അടുത്ത് നാരദ മഹർഷി ചെന്ന് ആത്മജ്ഞാനി ശോകത്തെ തരണം ചെയ്യും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ദുഃഖം ഇല്ലാതായിട്ടില്ല. അങ്ങ് എന്തൊക്കെ പഠിച്ചു നാരദരെ? കാരണം എല്ലാ ലോകങ്ങളിലും യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിവുള്ള വ്യക്തിയാണല്ലോ നാരദര്. നാരദര് മലയാളി ഏഷണിക്കാരനായിട്ടാണ് കാണുന്നത്. വാസ്തവത്തിൽ നാരദൻ എന്നുള്ള പദത്തിന് അർത്ഥം നാരം ദദാതീതി നാരദൻ എന്നാണ്. നാരം ആത്മജ്ഞാനം, ദദാതി വിതരണം ചെയ്യുന്നവൻ എന്നാണ്. അത് കുഞ്ചൻ നമ്പ്യാരുടെ കാലത്തിന് ശേഷമാണത്രേ ഈ ഈ നാരദരെ ഏഷണിക്കാരനാക്കിയത് എന്നാണ് പറയുന്നത്. ഏഷണകളെ ഇല്ലാതാക്കുന്ന ആളാണ് വാസ്തവത്തിൽ നാരദർ. ഏഷണ എന്ന് പറഞ്ഞാൽ മമത്വം. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടി, എൻ്റെ വീട്, എൻ്റെ 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 ഈ എൻ്റെകളാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. ഭാര്യ ദുഃഖിപ്പിക്കില്ല, ഭർത്താവ് ദുഃഖിപ്പിക്കില്ല, കുട്ടി ദുഃഖിപ്പിക്കില്ല, വീട് ദുഃഖിപ്പിക്കില്ല, ധനം ദുഃഖിപ്പിക്കില്ല, ഒന്നും ദുഃഖിപ്പിക്കില്ല. ഇതൊക്കെ എൻ്റെ എന്ന് പറയുമ്പോൾ ദുഃഖിപ്പിക്കും. എൻ്റെ, ഞാൻ വിചാരിച്ചതിൽ നിന്ന് അല്പം മാറിപ്പോയി കഴിഞ്ഞാൽ ഭാര്യ ദുഃഖമായി. ഞാൻ വിചാരിക്കുന്ന അല്പം മാറിപ്പോയി കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചതിനപ്പുറം കുട്ടി പോയാൽ ദുഃഖമായി. ഇങ്ങനെ അവിടെ ഞാനും എൻ്റെയും ഇല്ലെങ്കിൽ, ഒരു ട്രസ്റ്റിയുടെ അധികാരം മാത്രമേ എനിക്കുള്ളൂ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. പാലിക്കാനുള്ള അധികാരം നമുക്കേ ഉള്ളൂ. എൻ്റെ എന്നുള്ളത് അങ്ങ് അമിതമായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് നാരദര് ഏഷണാത്യാഗം, ഏഷണകളെ ഇല്ലാതാക്കുന്ന ആളാണെന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് ഏഷണാത്യാഗമാണ് സന്യാസം. സന്യാസി ഒരാളെയും ഉപേക്ഷിച്ചിട്ടില്ല. എന്നാൽ ലോകത്ത് അങ്ങനെ ഒരു പ്രചാരമുണ്ട്, എല്ലാം ഉപേക്ഷിച്ചവരാണ് സന്യാസി. ശരിയാണ്, ആ പദത്തിനർത്ഥം അങ്ങനെ തന്നെ. സംന്യാസം എന്നാണ്. സമ്യക് ന്യാസം, നല്ലതുപോലെ ഉപേക്ഷിക്കുക. നല്ലതുപോലെ ഉപേക്ഷിക്കൽ പുറത്തല്ല. പുറത്ത് ഉപേക്ഷിച്ചതുകൊണ്ട് അകത്തുപേക്ഷിച്ചോളണം എന്നില്ല. ഒരു സന്യാസി അമ്മയെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉപേക്ഷിച്ച അമ്മ എന്നെ എപ്പോഴും ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഉപേക്ഷിച്ചല്ലോ. ഗയാശ്രാദ്ധത്തിന് പോകുന്ന ആൾക്കാർ എന്തെങ്കിലും തനിക്ക് ഇഷ്ടമുള്ളത് ഉപേക്ഷിക്കണം എന്ന് നിയമമുണ്ട്.
ഗയയിൽ ശ്രാദ്ധം ചെയ്യാൻ പോകുന്നവർ, നിത്യവും കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, പച്ചക്കറിയാണെങ്കിലും വെണ്ടയ്ക്കയാണെങ്കിലും കുമ്പളങ്ങയായാലും എന്തായാലും നിത്യം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിക്കണമെന്ന് ഗയാശ്രാദ്ധത്തിലൊരു ചടങ്ങുണ്ട്. അപ്പം അവിടെ പോയിട്ട് അയാൾ ഉപേക്ഷിച്ചു, കുമ്പളങ്ങ ഇനി ഞാൻ കഴിക്കില്ലോ എന്നങ്ങ് തീരുമാനിച്ചു. നാട്ടിൽ വന്ന അയാൾ ആദ്യം ചോദിക്കുന്നത് എവിടെ സദ്യക്ക് പോയാൽ അയാൾക്കൊരു സമാധാനം ഉണ്ടാവില്ല, കാരണം അതിൽ കുമ്പളങ്ങ ഉണ്ടോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഉണ്ടോ എന്ന്. വാസ്തവത്തിൽ അയാൾ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്, എപ്പോഴും അയാൾ കൊണ്ടു നടക്കുക ചെയ്യുന്നത്. ഇതുപോലെയല്ല സന്യാസം. ഒരു സന്യാസിയും ഒന്നിനെയും ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. വാസ്തവത്തിൽ ഉപേക്ഷ എന്നുള്ളത് പുറത്തല്ല, അകത്താണ്. അതെങ്ങനെ? അത് അറിവ് കൊണ്ടാണ്. വാസ്തവത്തിൽ എന്താ എൻ്റെ ഉള്ളത്? എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എന്ന് പറയുന്നു. എന്തർത്ഥമാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്നതിൽ? ഇന്നലെ വരെ ആരോ എവിടെയോ ആയിരുന്നു, ആരുടെയോ ഒരു മകൾ ഒരു കെട്ട് കെട്ടിയപ്പോഴേക്ക് എന്തായി? അതെൻ്റെ ആയി. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ വ്യാവഹാരിക സത്യത്തിൽ അതിനൊക്കെ മൂല്യമുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ വാസ്തവത്തിൽ എന്തർത്ഥം? അവരവർ കൊണ്ടുവന്ന് ചിലവാക്കുകയല്ലേ ചെയ്യുന്നത്. കുട്ടികളെ അറിയാത്ത ആൾക്കാർ ആരെന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ല, അമ്മയാണ്. കാരണം ഞാൻ വിചാരിച്ച പോലെ തന്നെ കുട്ടി വരണം. കുട്ടി ഏത് കോഴ്സിന് ചേരണം എന്നുള്ളത് അമ്മയും അച്ഛനും ഒക്കെയാണ് നിശ്ചയിക്കുന്നത്. തെറ്റ്. അവൻ കൊണ്ടുവന്നതാണ് ചിലവാക്കേണ്ടത്. സംഗതി ശരിയാണ്, ജീനുകളുടെ പ്രവർത്തനമൊക്കെ ഉണ്ട്. പക്ഷെ കൊണ്ടുവന്നതാണ് മുഖ്യം. അതിനൊക്കെ സ്വാധീന ശക്തി ഉണ്ടെങ്കിലും ഇവിടെ മുഖ്യമായ സ്വാധീന ശക്തി അവൻ കൊണ്ടുവന്നത് ചിലവാക്കലാണ്. അപ്പോൾ അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തിനാണുള്ളതാണോ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു ഈ അറിവില്ലാത്തത് കൊണ്ട്. അങ്ങനെ അതിന് സംഘർഷമായി തീരുന്നു. അവൻ്റെ മേഖലയിൽ സംതൃപ്തി ഉണ്ടാവുന്നില്ല. നമ്മുടെ ജീവിതം സംതൃപ്തമാവണമെങ്കിൽ എന്ത് വേണം? ഉപേക്ഷിക്കുക എന്നുള്ളത് ബാഹ്യമായ ഉപേക്ഷയല്ല, ആന്തരികമായ ഉപേക്ഷയാണ്. ഇന്ന് വരെ ഒരു സന്യാസിയും അമ്മയെ ഉപേക്ഷിച്ചതായിട്ട് ചരിത്രം കേട്ടില്ല. പക്ഷെ എന്നാലും അങ്ങനെ ഒരു പേരുണ്ട്. അപ്പോൾ വാക്കിൻ്റെ അർത്ഥമല്ല നമ്മൾ എടുക്കേണ്ടത്, ലക്ഷ്യാർത്ഥമാണ് എടുക്കേണ്ടത്. വേദവാക്യങ്ങളുടെ മുഴുവൻ ലക്ഷ്യാർത്ഥമാണ് എടുക്കേണ്ടത്. ഇല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോവും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് യാതൊരാളാണോ ഇപ്രകാരം ആ ത്യാഗ മനസ്ഥിതി കൊണ്ട്, കാരണം എൻ്റെ എന്നുള്ളത് ഒഴിവാക്കിയിരിക്കുന്നത്. നാരദൻ അങ്ങനെ അത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്ന ആളെ എന്താ എൻ്റെ ഉള്ളത്? ഒരാൾ ബസ്സിൽ കയറാൻ ചെന്ന സമയത്ത് കണ്ടക്ടർ ചോദിച്ചു, അല്ല ഇനിയെങ്കിലും നിങ്ങളുടെ തലയിലുള്ള ഭാരം ഒന്ന് ഇറക്കി വെച്ചൂടെ? അപ്പോഴയാൾ പറയുന്നത് എൻ്റെ ഭാരോ ബസ് ഏറ്റണം, എൻ്റെ തലയിലുള്ളതെങ്കിലും ഞാൻ ഏറ്റട്ടെ. നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തി, എത്രയാ നോക്കിയതെന്നറിയോ? വാസ്തവത്തിൽ എന്താ ഉള്ളത്? നോക്കണ്ടെന്ന് പറഞ്ഞില്ല. എൻ്റെ ഭാര്യ എന്ന് പറയേണ്ടിടത്ത് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞില്ലെങ്കിൽ ആരെങ്കിലും ഭാര്യയാക്കും. വ്യവഹാരത്തിൽ വേണം, പരമാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ബോധിക്കണം എന്ത് എൻ്റെ എന്ന് പറയാൻ എന്ത് അധികാരമുള്ളത്. എൻ്റെ കുട്ടി എന്ന് പറയുന്ന സമയത്ത് എൻ്റെ കുട്ടി അല്ല എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയി എന്ന് വരും. മറിച്ച് എൻ്റെ കുട്ടി എന്ന് പറയേണ്ട സ്ഥലത്ത് പറയുക തന്നെയാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയണം, ഓർമ്മിക്കണം എപ്പോഴും എൻ്റെ എന്ന് പറയാൻ എന്ത് അധികാരം? ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും രണ്ട് മക്കൾ രണ്ട് സ്വഭാവക്കാരായി വരുന്നില്ലേ? പക്ഷെ നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാം. ഒരു ട്രസ്റ്റിയുടെ അധികാരം ഇത് മനസ്സിലാക്കിച്ചു തരികയാണ്. നാരദരെ മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നാരദർ പറഞ്ഞു, സനൽകുമാരാദി ഋഷികളോട് പറഞ്ഞു, ഞാൻ ഇന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു പട്ടിക അങ്ങ് നിരത്തി, പഠിച്ചതിൻ്റെ പട്ടിക അങ്ങ് നിരത്തി. അപ്പോഴാണ് ഋഷി പറയുന്നത്, ഇതൊക്കെ മുക്തിക്ക് ഉതകില്ല നാരദരെ, ഇതൊക്കെ ഭുക്തിക്കേ ഉതകൂ, മാമുണ്ണാനേ പറ്റൂ, പേരിനും പ്രശസ്തിക്കുമേ പറ്റുള്ളൂ. സ്വയം ശാന്തിക്ക് സമാധാനത്തിന് ഇതൊന്നും ഉതകില്ല. അതിന് ഞാൻ ഭൂമാവിദ്യ ഉപദേശിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഏതൊന്നറിഞ്ഞാലാണോ എല്ലാം അറിഞ്ഞതായി തീരുന്നത് ആ പരമമായ തത്വത്തെ ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നാരദരുടെ പേരിൽ ഒരു ഉപനിഷത്തുണ്ട്. അതിൻ്റെ പേരാണ് നാരദ പരിവ്രാജകോപനിഷത്ത്. ഭക്തിശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവാണ് നാരദർ. അങ്ങനെയുള്ള നാരദർ ഇല്ലാത്ത ഒരു പുരാണം പോലും ഇല്ല. ആ നാരദർ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ ഗതി എന്തായിരിക്കും? അപ്പം സ്വയം ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി സ്തുതിഗീതങ്ങൾ മാത്രം പോരാ, വേദാംഗ വേദാന്താദി ഗ്രന്ഥങ്ങൾ രചനം മാത്രം പോരാ, മറിച്ച്
ഇനി പറയാൻ പോകുന്നത് വേണം എന്ന് ഊന്നൽ കൊടുത്തുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അതെന്താ? ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ. ധ്യാനത്തിൽ അവസ്ഥിതമായ തത്പ്രാപ്യമായ മനസ്സുള്ളവൻ കാണുന്നു. അവനാണ് ഈശ്വരനെ അറിയുന്നത്. ഇപ്പം ധ്യാനം കൊണ്ട് മാത്രമേ ഈശ്വരനെ അറിയാൻ പറ്റൂ. ഓ, അത് ഞങ്ങൾക്കറിയാം. അപ്പോഴാണ് മുരിങ്ങൂർ ധ്യാനം, പോട്ട ധ്യാനം, പതഞ്ജല യോഗ ധ്യാനം, എത്രയെത്ര മെഡിറ്റേഷൻ സെൻറ്ററുകളാണ്, എത്രയെത്ര ധ്യാനം കൊടുക്കുന്ന കേന്ദ്രങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് പോയി കളയാം. സംഗതി കുഴപ്പമാവും. ധ്യാനം കൊടുക്കാൻ പറ്റുന്നതല്ല. ഒരാൾക്കും കൊടുക്കാൻ പറ്റാത്തതാണ് ധ്യാനം. അപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്. ധാരണ ചെയ്യാനേ പഠിപ്പിക്കാൻ പറ്റൂ. ധ്യാനം സ്വാഭാവികമായി ഉണ്ടാവേണ്ടതാണ്. ധ്യാനത്തിൻ്റെ മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ വലിയ മൈക്ക്, അതുപോലെ തന്നെ വലിയ ബോക്സുകളൊക്കെ വെച്ചിട്ട് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് ഒരു പരിധിക്ക് അപ്പുറം ഡെസിബൽ ശബ്ദം അങ്ങോട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു മയക്കത്തിലാവും. അത് ധ്യാനമായിട്ട് വേണമെങ്കിൽ ചിത്രീകരിക്കാം. ചിലപ്പോൾ രോഗവും വരും. ന്യൂറോ സിസ്റ്റത്തിന് തകരാറ് സംഭവിക്കും. ഒരു മാസ്മരിക വലയത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകും. അതിനെ ധ്യാനമായി തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ധ്യാനം എന്നുള്ളത് ഒരാൾക്കും കൊടുക്കാൻ സാധിക്കുന്നതല്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇന്നതൊക്കെ ചെയ്യാം. അതെന്തൊക്കെ? ജപം ചെയ്യാം. ഏത് മതത്തിലോ ഏത് ജാതിയിലോ ഏത് ദേശത്തോ ആരോ ആവട്ടെ, എവിടെ ഇരുന്നാലും ജപം ചെയ്യാം. ജപം തന്നെ ഉച്ചജപം, മന്ദജപം, മൗനജപം എന്നുണ്ട്. ഉച്ചത്തിൽ ജപം ചെയ്യാം. ഉച്ചത്തിൽ ജപം ചെയ്യുന്ന ഓം നമഃശിവായ എന്നുള്ള ജപിക്കുക, പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ എന്ന് ജപിക്കുന്ന സമയത്ത് അപ്പോഴും നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചജപം ചെയ്യാനും അധികാരിയല്ല. അപ്പം മാലാമന്ത്രങ്ങളുടെ കൂട്ടത്തിലുള്ള സഹസ്രനാമങ്ങൾ ജപിക്കാം. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ലളിത സഹസ്രനാമം. ഓം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത്സിംഹാസനേശ്വരി ചിദഗ്നികൊണ്ട സംഭൂത ദേവകാര്യ സമുദ്യത തുടങ്ങിയുള്ളത്. അപ്പോൾ ഇതൊക്കെ ചൊല്ലിയിട്ട് ഒരുപാട് നാമങ്ങളുടെ ആവർത്തനം വരുമ്പോൾ വിരസത വരാതെ, ഉറക്കം തൂങ്ങാതെ, ആലസ്യം വരാതെ നമുക്ക് ചെയ്തു വരാം. ക്രമേണ മാറി വന്ന് നമ്മൾക്ക് ഒരു നാമം ജപിക്കുന്ന തലത്തിലേക്ക് നമുക്ക് എത്താം. ആദ്യം തന്നെ ഒരു നാമം ജപിച്ചു കഴിഞ്ഞാൽ ഇത് എന്താ, അത് എപ്പോഴും നമഃശിവായ ചിലപ്പോൾ ഉറക്കം തൂങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം ഇങ്ങനെയുള്ള മാലാമന്ത്രങ്ങളൊക്കെ ശീലിച്ചിട്ട് നാം തന്നെ പാകത്തിനാക്കിയതിന് ശേഷം ഇനി അതും ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അവർക്ക് താളമേള ലയത്തോടു കൂടി നല്ല ഭജന കീർത്തനമൊക്കെ ചൊല്ലിയിട്ട് അതിലങ്ങ് ലയിച്ച് വന്നിട്ട് ക്രമേണ സഹസ്രനാമം ഒക്കെ ചൊല്ലാനുള്ള പരുവത്തിലേക്കാവും. എല്ലാവർക്കും പറഞ്ഞതല്ല. അങ്ങനെ ക്രമേണ മാറി വന്ന് ഒരു നാമത്തിൻ്റെ ഉച്ചജപം തുടങ്ങി. പഞ്ചാക്ഷരി മന്ത്രത്തെ ചെയ്തു. അതിലും ചിലപ്പോൾ ആദ്യഘട്ടങ്ങളിൽ ചിലപ്പോൾ മാലയൊക്കെ വേണ്ടി വരും. 108 മുത്തുകളുള്ള പഞ്ചമുഖമുള്ള രുദ്രാക്ഷമാലയോ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ല തുളസിമാലകൾ, അല്ലെങ്കിൽ നല്ല ചന്ദനമാലകൾ, അല്ലെങ്കിൽ നല്ല സ്ഫടികമാലകൾ ഒക്കെ അതിനുവേണ്ടി ഉപയോഗിക്കും. 108 മുത്തുകളാണ് ഒരു മാലയിലുണ്ടാവുക. അപ്പോൾ 108 പ്രാവശ്യം അതങ്ങനെ എണ്ണി ജപിക്കുന്ന സ്ഥിതി വരും. കുറച്ച് കഴിഞ്ഞ് അത് എണ്ണലിൽ മാത്രം ഒതുങ്ങി പോകാൻ പാടില്ല. ക്രമേണ എണ്ണൽ മാറ്റി
നമ്മൾ ക്രമേണ ഉയർന്ന് ഉച്ചജപം മന്ദജപത്തിലേക്ക് എത്തും. പുറമേക്ക് ശബ്ദമൊന്നും കേൾക്കില്ല, പക്ഷേ നമശിവായ എന്നുള്ള ശിശു എന്നുള്ള ശബ്ദമൊക്കെ കേൾക്കുള്ളൂ. അതിന് മന്ദജപം എന്ന് പറയും. ക്രമേണ അത് മൗനജപത്തിലേക്ക് എത്തും. പിന്നെ പുറമേക്ക് കേൾക്കുകയില്ല. രമണ മഹർഷിയൊക്കെ പറയും ഉത്തമമായത് ഈ മൗനജപമാണെന്ന്. അപ്പം അതുകൊണ്ട് ആ മൗനജപത്തിലേക്ക് എത്തിച്ചേരുന്നതോടുകൂടി അത് ക്രമേണ ജപിക്കുന്ന ആളും ജപിക്കുക എന്നുള്ള പ്രക്രിയയും ജപിക്കപ്പെടേണ്ട തലവും മൂന്നും ത്രിപുടിയും ഇല്ലാതാകുന്ന സ്ഥിതിവിശേഷത്തിന് പറയുന്ന പേരാണ് ധ്യാനം എന്നുള്ളത്. ഞാൻ ജപിക്കുന്നു എന്നും ജപിക്കുക എന്നുള്ള ആ പ്രക്രിയയും ജപിക്കപ്പെടേണ്ടുന്ന തലവും മൂന്നും ഇല്ലാതായിട്ട് തീർത്തും ശാന്തമായിരിക്കുന്ന ആ വ്യക്തിഭാവം തീർത്തും ഇല്ലാതായി ലയിക്കുന്ന ആ അവസ്ഥ പറയാൻ പറ്റില്ല. അത് അനിർവചനീയമാണ് ആ വാക്ക്, ആ ഭാവം. ഇതിന് പറയുന്ന പേരാണ് ധ്യാനം. ഇതെങ്ങനെ കൊടുക്കാൻ സാധിക്കും? ധാരണ ചെയ്യാൻ പറയാം. ധാരണ ചെയ്യാൻ സാധിക്കും. കാരണം നിവാതവ ദീപം പോലെ, നിവാതവ ദീപം എന്ന് പറഞ്ഞാൽ കാറ്റില്ലാത്തിടത്തൊരു ദീപം, അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചു. അതേപോലെ തന്നെ ഭ്രൂമധ്യത്തിലേക്ക് ഇവിടേക്ക് നമുക്ക് ധാരണ ചെയ്യാം. തലവേദന വരും, എളുപ്പമല്ല. മൂക്കിൻ തുമ്പത്തേക്ക് ധാരണ ചെയ്യാം. മൂക്കിൻ തുമ്പത്തേക്ക് മൂന്നക്ഷിയും മൂക്കിനു നേർക്കണച്ചും നിവർന്നനങ്ങാതത തോൾ കുനിച്ചും എന്നൊക്കെ ഉണ്ട്. ഗീതയിലാണെങ്കിൽ സമം കായ ശിരോഗ്രീവം ധാരയന്ന ജലം ധ്രുവം എന്നൊക്കെ പറയും. അപ്പം ഇതൊക്കെ ധ്യാനത്തിൻ്റെതായ സ്ഥിതിവിശേഷങ്ങളാണ്. ധ്യാനത്തിന് ഇരിക്കാനുള്ള ഭാഗങ്ങളാണ്, ധ്യാനമല്ല. ധ്യാനം കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഹൃദയേശോർജുന തിഷ്ഠതി, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു നെല്ലിൻ്റെ മണിയുടെ അത്രയും വലുപ്പമുള്ള ഒരു സ്ഥലമുണ്ട്, അതിനുള്ളിൽ ഒരു ആകാശമുണ്ട്, അതിനുള്ളിൽ ധാരണ ചെയ്തോളൂ. എന്നാൽ പിന്നെ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി നമസ്കരിച്ചാൽ മതി, ഒന്ന് കീറി തരും, അതിൻ്റെ ഉള്ളിൽ ദൈവം ഇരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഏകാഗ്രതയ്ക്ക് വേണ്ടി പറയപ്പെട്ടതാണ്. അനേകാഗ്രങ്ങളിൽ കുരുക്കപ്പെട്ട നമ്മുടെ മനസ്സിനെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് ഒരഗ്രത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ധാരണ. ഈ ധാരണ ധ്യാനത്തിലേക്ക് എത്തണം. ജപം ധ്യാനത്തിലേക്ക് എത്തിച്ചേരും. അപ്പം നിരന്തരമായ പ്രക്രിയ കൊണ്ട് സ്വാഭാവികമായി ധ്യാനിക്കാൻ നമുക്ക് സാധിക്കും. നമ്മളൊക്കെ ധ്യാനിക്കാൻ കഴിവുള്ളവരാ. വിഷയധ്യാനം ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് മറ്റ് പല വിഷയങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നവരാവും. പക്ഷെ ആ വിഷയധ്യാനം ഈശ്വരധ്യാനമാക്കണമെങ്കിൽ അതിൽ നിന്ന് അതിനെ പിടിച്ചു കൊണ്ടുവരണം. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, ഈ പശുവൊക്കെ കെട്ടിയിട്ട് വളർത്തിയ പശു, ഒരു ചാവാലി പശു ആണെങ്കിലും കെട്ടിയിട്ട് വളർത്തിയ പശുവിനെ ആ കെട്ട് അഴിച്ചു കഴിഞ്ഞാൽ അതൊരോട്ടമുണ്ട്, വാല് പൊങ്ങിച്ചിട്ടൊരോട്ടം. അതിനെ പിടിക്കാൻ പിന്നാലെ ഓടിയിട്ട് പ്രയോജനമില്ല. മറിച്ച് എന്ത് ചെയ്യണം? കുറച്ച് പച്ച പുല്ലോ അല്ലെങ്കിൽ പിണ്ണാക്ക് വെള്ളമോ കാണിച്ചു കൊടുത്ത് കയറ് പിന്നിൽ ഒതുക്കി മറച്ചു വെച്ച് അതിൻ്റെ പിന്നാലെ ചെല്ലുക. പിന്നാലെ ഓടിയാൽ പോരെ? പശു കുഴങ്ങുമ്പോൾ പിടിച്ചു നിർത്തിക്കൂടെ? പശുവിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ അത് ശരിയായിരിക്കാം, മനസ്സിൻ്റെ കാര്യത്തിൽ അത് ശരിയാവില്ല. പശുവിൻ്റെ കാര്യത്തിലും ശരിയാവില്ല, കാരണം കുഴങ്ങുന്നത് നമ്മളായിരിക്കും, പശു ആയിരിക്കില്ല. അപ്പം മനസ്സ് പല സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കുന്നില്ല. ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം എന്ന് പറഞ്ഞിരിക്കുന്നത്. വായുവിനെ പിടിച്ചു മെരുക്കുന്നത് പോലെ പ്രയാസകരമാണ് മനസ്സിനെ പിടിച്ചു മെരുക്കുക എന്നുള്ളത്. കടൽ വെള്ളത്തെ വേണമെങ്കിൽ കൈക്കുമ്പിളിൽ ഒതുക്കിയേക്കാൻ കഴിയില്ല, എന്നാൽ പോലും അതിലും പ്രയാസമാണ് മനസ്സിനെ ഒതുക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള മനസ്സിനെ എങ്ങനെ ധ്യാനം കൊടുക്കാനാണ്? അതുകൊണ്ട് പറയുകയാണ്, ആകർഷിക്കുക. എങ്ങനെ ആകർഷിക്കുക? പച്ചപ്പുല്ലും പിണ്ണാക്ക് വെള്ളവും കാണിച്ചു കൊടുത്ത് പശുവിനെ ആകർഷിക്കുമ്പോൾ കയറ് പിന്നിൽ ഒതുക്കുക. കയറ് കണ്ട പശു പിന്നി ഓടും. കുടിക്കാൻ തുടങ്ങുമ്പോൾ പിടിച്ച് കെട്ടിയേക്കുക. ഇതുപോലെ മനസ്സിന് ഇഷ്ടമുള്ള വിഷയങ്ങളുടെ പിന്നാലെ അത് ഓടും. ആ ഓടുന്ന മനസ്സിൻ്റെ പിന്നാലെ ഓടിയിട്ട് അത് മതിയായി വരട്ടെ എന്ന് പറഞ്ഞാൽ സാധിക്കില്ല.
ലോകത്തെല്ലാവരും അങ്ങനെ ഓടുന്നവരാണ്. പലതിൻ്റെ പിന്നാലെ നമ്മളെ മനസ്സ് ഓടുന്നുണ്ടാവും. ആ ഓടുന്ന മനസ്സിൻ്റെ പിന്നാലെ ഓടി ഓടി തീരുമെന്ന് വിചാരിച്ചാൽ അത് വെറുതെ വ്യാമോഹത്തിൽ പെട്ടുപോകില്ല. മറിച്ച് എന്ത് വേണം? ആ മനസ്സിനെ ആകർഷിക്കണം. ആ ആകർഷിക്കാനുള്ളതാണ് ഭജനകൾ, കീർത്തനങ്ങൾ, സ്തുതികളൊക്കെ. വേണ്ടാന്ന് പറഞ്ഞില്ല, അല്ല, ഈശ്വരനെ കാണാനല്ല. അപ്പോൾ സ്തുതിഗീതങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ ആകർഷിച്ച് നിർത്തി. ഇപ്പോൾ ഒരു കൂട്ടർ ക്ഷേത്രത്തിലോ മറ്റോ ഭജന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഭജന ചൊല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ പുറത്തിരുന്ന് വർത്തമാനം പറയുമായിരിക്കും. അങ്ങനെ ചിലരുണ്ട്. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞാൽ ആകർഷിക്കുന്നത് കാണാം. നമ്മൾ അറിയാതെ അതിൻ്റെ ഇടയിൽ പോയിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് മാറ്റി ആ ഈശ്വരീയമായ ആ കീർത്തനങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ക്രമേണ അതൊരു നാമത്തിലേക്ക് എത്തിച്ച്, ഇത് കാലം കൊണ്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ ആകർഷിച്ച് മനസ്സിനെ ഒരു വിഷയത്തിലേക്ക് ഉറപ്പിക്കുന്നു. പിന്നെ അവസാനം ഒരു വിഷയവും ഇല്ലാതാവുന്നു. ഈ ഒരു സ്ഥിതിവിശേഷത്തിന് പറയുന്ന പേരാണ് ധ്യാനം. അല്ലാതെ ധ്യാനം ലഭിക്കില്ല. ദേഹാകാരത്തിൽ ഉറച്ചുള്ള നിൽപ്പ്, ധ്യാനിക്കുന്ന വ്യക്തിത്വവും പോയ അവസ്ഥ, കേവലം ധ്യാനം മാത്രം, അത് കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ, ധ്യാനത്തിൽ അവസ്ഥിതമായ തത്പ്രാപ്യമായ മനസ്സുള്ളവൻ കാണുന്നു, ഈശ്വരനെ കാണുന്നു. മറ്റുള്ളവരാരും കാണുന്നില്ല, പറയുന്നേ ഉള്ളൂ, കേൾക്കുന്നേ ഉള്ളൂ. ഈശ്വരനെ കാണണമെങ്കിൽ ധ്യാനം വേണം. ആരാണവർ? പശ്യന്തിയം യോഗിനോ, യോഗികൾ കാണുന്നു. യോഗി യുജ്മേളനൗ, യോഗ ശബ്ദത്തിനർത്ഥം. യോഗം എന്നുള്ളതിന് അനുഷ്ഠാനം എന്നർത്ഥം. യോഗം എന്നുള്ളതിന് പരമമായ അർത്ഥം സമാധി എന്നാണ്. സമാധി. ആസനങ്ങളൊക്കെ യോഗം എന്നുള്ള ശബ്ദത്തിൽ പറയാറുണ്ടെങ്കിലും പതഞ്ജലി മഹർഷിയാണ് യോഗത്തെ നിർവചിച്ചിരിക്കുന്നത്. പതഞ്ജലി മഹർഷി ഒരു ആസനത്തെ മാത്രമേ പറയുന്നുള്ളൂ. അതേത് ആസനം? അത് സ്ഥിരസുഖമാസനം എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ പതഞ്ജല മഹർഷിയുടെ പേരിൽ യോഗ ക്ലാസ്സുകൾ നടത്തുന്നവർ പല ആസനങ്ങളെ പഠിപ്പിക്കുമ്പോഴും അതൊന്നും പതഞ്ജലി മഹർഷി പറഞ്ഞതല്ല. പതഞ്ജലി മഹർഷി ഒരൊറ്റ യോഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ യോഗമാണ്. ഏത്? സ്ഥിരസുഖമാസനം. സ്ഥിരതയും സൗഖ്യവുമുള്ളതായിരിക്കണം നമ്മുടെ ഇരിപ്പ്. ഇരിക്കുമ്പോൾ സുഖമായിരിക്കണം. കാൽമുട്ട് വേദനിക്കുന്ന തരത്തിലാവരുത്. അപ്പം കാൽമുട്ട് വേദനിക്കുന്നല്ലോ എന്നുള്ള ധ്യാനമാവും. 10 മിനിറ്റ് നമുക്ക് പത്മാസനത്തിൽ ഇരിക്കാമെങ്കിലും അത് ഇരിക്കരുത്. എന്തുകൊണ്ട്? അതാർക്കും പറ്റും. അതൊരു അടക്കി പിടിച്ചുള്ള ഒരു ഇരുത്തായിരിക്കും. അപ്പം ധ്യാനം മാറും. അപ്പം സ്ഥിരസുഖമാസനം എന്ന് പറയുമ്പോൾ സ്ഥിരതയുള്ളതായിരിക്കണം. ഒരു 3 മണിക്കൂർ ഇരിക്കാൻ പറ്റുന്ന ഇരിപ്പേ നമുക്ക് ധ്യാനത്തിനും ഇരിക്കാൻ സാധിക്കൂ. നിത്യാഭ്യാസി ആനയെടുക്കുന്ന പറഞ്ഞ പോലെ നിരന്തരമായ പരിശ്രമത്തിലൂടെ സാധിക്കും. പക്ഷെ ഇതിനോട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല, പരമാവധി നട്ടെല്ല് നിവർന്നിരിക്കണം എന്നാ. നട്ടെല്ലിനുള്ളിലൂടെയാണല്ലോ സുഷുമ്ന ടെസ്റ്റ് ട്യൂബ് പോലെ മൂർധാവിലേക്ക് തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് പരമാവധി നേരെ നിൽക്കണം എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വജ്രാസനമോ കൂർമാസനമോ പത്മാസനമോ അർദ്ധപത്മാസനമോ ഭദ്രാസനമോ ഏതോ ആവട്ടെ. അതുകൊണ്ട് ഈ ആസനസിദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധ്യാനത്തിലേക്ക് പോകാം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം. അതുകൊണ്ട് അടുത്തതിലേക്ക് നമുക്ക് പോവാം. അടുത്ത ഈ മനുഷ്യ മനസ്സിനെ മെരുക്കിയെടുക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം അടുത്തതിൽ. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.